വൃത്തി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വൃത്തി ആവശ്യമുള്ള ഒരു അമ്മയാണ്. ആ അമ്മയെ കഴിഞ്ഞ 7-8 മാസമായിട്ട് കുപ്പയ്ക്കുള്ളിൽ കിടക്കുകയാണ്. അത് തന്നെയാണ് നിങ്ങൾ കൊടുത്ത ഇൻഡയറക്ട്ലി നിങ്ങൾ കൊടുത്ത ശിക്ഷ. സ്ത്രീ എന്നൊക്കെ വിളിക്കുമ്പോൾ വീഡിയോ എടുത്തു കൊടുക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മൂമ്മയുടെ മകളുണ്ടല്ലോ, കല്ല് പോലെയുള്ള ഹൃദയമുള്ള ആ അമ്മ ഒരിക്കലും ഈ സ്റ്റേജസിലൂടെ കടന്നു പോകാതെ ഇരിക്കട്ടെ. അഹാന കൃഷ്ണയുടെ അമ്മൂമ്മയെ കുറിച്ചുള്ള വീഡിയോ ആണെന്ന്. അഹാനയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ആ സ്ത്രീയെക്കുറിച്ച്, ആ ലേഡിയെക്കുറിച്ച്, അൺമാനേജബിൾ പേഴ്സണിനെ കുറിച്ച് കുറച്ച് റെസ്പെക്റ്റ് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടോ? പേടിക്കേണ്ട, നിങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായ അഹാന കൃഷ്ണയുടെ വാക്കുകളാണ് ഞാൻ കടമെടുത്തിരിക്കുന്നത്. അഹാന കൃഷ്ണ തൻ്റെ അമ്മയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച പ്രഷ്യസ് വേർഡ്സ് ആണ് ഇതൊക്കെ, ആ സ്ത്രീ എന്നൊക്കെ. അഹാന കൃഷ്ണയ്ക്ക് ഒരു ചിന്തയുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഫുൾ കോൺഫിഡൻസോട് കൂടിയാണ് ആ വീഡിയോ ചെയ്യുന്നത്. അത് നമ്മൾ പിന്നെ അങ്ങനെ ആയിരിക്കണമല്ലോ, എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടുതൽ വേണം. അഹാന കൃഷ്ണയുടെ വിചാരം നല്ല രീതിയിൽ ക്രൗഡ് പുള്ളർ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഫാൻ ഫോളോയിങ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇതിനൊരു റിപ്ലൈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തുമെന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ കോടിക്കണക്കിന് ആളുകളിൽ 91% ആളുകളും വിശ്വസിക്കുമെന്നും അഹാന കൃഷ്ണയ്ക്ക് വ്യക്തമായിട്ടൊരു ബോധമുണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഇന്നലെ കണ്ട ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടല്ലോ, അത് അഹാനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു വ്യക്തിയെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അഹാന കൃഷ്ണ ഒരു എക്യുപ്മെൻറ്റ് മാത്രമാണ്. ആക്ച്വലി ഇത് മകളും അമ്മയും തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷെ ഈ കൊച്ചുമകൾ പറഞ്ഞതിനേക്കാൾ കൂടിപ്പോകും അമ്മ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു നാണക്കേടായിട്ട് മാറിയാലോ എന്ന് നല്ല ബോധമുള്ള ബുദ്ധിയുള്ള അഹാന കൃഷ്ണയുടെ അമ്മ മകളെ പിടിച്ച് അവിടെ ഇരുത്തി. സിന്ധു കൃഷ്ണയ്ക്ക് അറിയാം ആ വീട്ടിൽ ഇത്ര ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന മറ്റാരുമില്ല. ആകെ 2 പേരേ ഉള്ളൂ, ഒന്ന് അഹാന കൃഷ്ണയും ഒന്ന് കൃഷ്ണകുമാറും. അപ്പോൾ അഹാന കൃഷ്ണയെ തന്നെ കൊണ്ടുവന്ന് ഇരുത്തി സംസാരിച്ച് കഴിഞ്ഞാൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ ഇതിലും നല്ലൊരു മാർഗം ഇല്ല എന്ന് സിന്ധു കൃഷ്ണയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അഹാന കൃഷ്ണയ്ക്ക് എവിടെയോ പാളിപ്പോയി. 4 മില്യൺ 3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള അഹാന കൃഷ്ണ പറയുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയിൽ 1-2 ആളുകൾ ഒന്നുകൂടി ചിന്ത വരും. അവർക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദഹിക്കില്ല. സ്വന്തം അമ്മൂമ്മയെ ആ സ്ത്രീ എന്നും അൺമാനേജബിൾ പേഴ്സൺ എന്നും ഇതിലും വിയേർഡായിട്ടുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്ത് ഈ ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് കൊടുക്കുന്ന അഹാന കൃഷ്ണയ്ക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ട്. ബിക്കോസ് അഹാന കൃഷ്ണ വർഷങ്ങൾ കൊണ്ട് യൂട്യൂബറാണ്. അപ്പോൾ ഇത് യൂട്യൂബാണെന്നും താൻ എന്ത് പറഞ്ഞ വീഡിയോ ഇട്ടാലും അത് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തുമെന്നുള്ള നല്ല ബോധ്യമുണ്ടായിട്ടും അത്രമാത്രം ദേഷ്യം ഉള്ളിൽ വെച്ചിട്ടാണോ അതോ മനഃപൂർവ്വമാണോ അറിയാതെ വന്നതാണോ എന്നറിയില്ല, ഒരു അമ്മൂമ്മയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ട വാക്കുകൾ അല്ലായിരുന്നു അത്. അറ്റ്ലീസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയെങ്കിലും ഈ സ്ത്രീ എന്നുള്ള പദത്തിന് പകരം അമ്മൂമ്മ എന്ന് ചേർത്ത് നിങ്ങൾക്ക് പറയാമായിരുന്നു. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പറയും, ഞങ്ങൾ ഇന്ത്യൻ കൾച്ചർ ഒന്നും അല്ല ഫോളോ ചെയ്യുന്നത്, ഞങ്ങൾ ഫോറിൻ കൾച്ചറൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. യു എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ നീ, നിങ്ങൾ എന്നൊക്കെയാണല്ലോ, ഞാൻ ആ രീതിയിൽ പറഞ്ഞതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത ചോദ്യമുണ്ട്. നിങ്ങളുടെ പിതാവ് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളല്ലേ? ഭാരതീയ സംസ്കാരം മുറുകെ പിടിച്ച് നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കണമെന്ന് വീരവാദം അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയുടെ മെമ്പറല്ലേ? നിങ്ങൾ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ നിൽക്കാവൂ. നിങ്ങളതിന് ചുക്കാൻ പിടിച്ചൊക്കെ കുറെ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, ദിയാകൃഷ്ണയും ഒക്കെ. അപ്പം നിങ്ങൾ ഭാരതീയ സംസ്കാരത്തിൽ നിൽക്കണം. ചുമ്മാ വർത്തമാനത്തിൽ മാത്രം ഭാരതം, പ്രവൃത്തിയിൽ ഞങ്ങൾ ഫോറിൻ കൾച്ചർ എന്നൊന്നും പറഞ്ഞിട്ട് പോകാൻ ഇവിടെ സാധിക്കത്തില്ല. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ തൻവിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. എനിക്ക് തൻവിയെ അറിയില്ല, അഹാനയും നേരിട്ട് അറിയത്തില്ല. പക്ഷേ തൻവിയെ ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് 2 വർഷം മുന്നേ, അതായത് ദിയാകൃഷ്ണയുടെ കല്യാണ സമയത്ത് തൻവി നാട്ടിൽ വന്നിരുന്നു. ആ സമയം തൻവി അഹാന കൃഷ്ണയുടെ വീട്ടിൽ നിന്നൊരു വീഡിയോ ചെയ്തു. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയെക്കുറിച്ച് പോലും അഹാന കൃഷ്ണ വളരെ മോശമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്നലത്തെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വന്നിരുന്ന് എൻ്റെ റൂമിലിരുന്നു കൊണ്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ട് അത് കയറി റീച്ചായി ഇപ്പോൾ എന്തും പറയാമെന്നുള്ളൊരവസ്ഥ എത്തി എന്നുള്ള രീതിയിൽ അഹാന കൃഷ്ണ പറയുന്നുണ്ട്. അഹാന കൃഷ്ണയോട് ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുവാണ്. തൻവി ആ ഒരു വീഡിയോ, സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അഹാന കൃഷ്ണയുടെ വീട്ടിലല്ല, ഏതെങ്കിലും തൊഴുത്തിൽ പോയിരുന്നെടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പോയിരുന്നെടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും അത് 1 മില്യൺ തന്നെ എത്തുമായിരുന്നു. ബിക്കോസ് യൂട്യൂബ് അത് ഒരിക്കലും അന്വേഷിക്കില്ല. അഹാന കൃഷ്ണയുടെ വീടാണോ എങ്കിൽ ഞങ്ങൾ 1 മില്യൺ കൊടുക്കാം, സജഷൻ കൊടുക്കാം എന്നല്ല. യൂട്യൂബിൻ്റെ അൽഗോരിതം വെച്ച് അത് കോണ്ടന്റ് ഉണ്ടായിരുന്നു. ആ ഒരു കോണ്ടന്റ് എവിടെ ഇരുന്ന്, സമുദ്രത്തിൻ്റെ നടുക്കിരുന്ന് ആ ഒരു കോണ്ടന്റ് ഇട്ടിരുന്നെങ്കിലും 1 മില്യൺ തന്നെ അടിക്കുമായിരുന്നു.
അല്ലാതെ എൻ്റെ വീട്ടിൽ വന്ന് അതിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയറൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഡയറക്ട്ലി പല കാര്യങ്ങളും ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ പരത്തി വെക്കാമെന്ന് വിചാരിച്ചാണ് അഹാന കൃഷ്ണ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇന്നലെ ഇട്ടത്. ആ വീഡിയോയിൽ തന്നെ നമുക്കറിയാം. പിന്നെ മറ്റൊരു കാര്യം, ഇത്ര അരഗൻ്റ് ആയിട്ടുള്ള ലേഡി അല്ലെങ്കിൽ സ്ത്രീ, അൺമാനേജബിൾ പേഴ്സൺ എന്നൊക്കെ ഈ മുത്തശ്ശിയെ പറയുമ്പോൾ മുത്തശ്ശിയുടെ ഇന്നത്തെ അവസ്ഥ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തൻവി കഴിഞ്ഞ ദിവസം അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഈ മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീൽ ചെയറിലാണ് ആള്. ഈ നടുവിലൊക്കെ ഇങ്ങനെ ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. ബോഡിയുടെ ഭാഗത്ത് വീൽ ചെയറിൽ നിന്ന് വീണ് പോകാതിരിക്കാൻ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു സുരക്ഷാ മാർഗമാണ്. അപ്പോൾ ഓർക്കണം, അവരുടെ കാല് പോലും അനക്കാൻ പറ്റാതെ വീൽ ചെയറിലായി പോയ ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു അമ്മൂമ്മ, അവരോടാണ് അഹാന കൃഷ്ണയ്ക്ക് ഇത്രമാത്രം ദേഷ്യവും ഈ നിരായുധനായിട്ടുള്ള ഒരാൾക്ക് നേരെ യുദ്ധം ചെയ്യുക എന്നൊക്കെ പറയില്ലേ. അഹാന കൃഷ്ണയുടെ ആ ഒരൊറ്റ വീഡിയോ കൊണ്ടാണ് ആ അമ്മൂമ്മയ്ക്ക് നേരെ ഇത്രയധികം സൈബർ ബുള്ളിങ് കിട്ടുന്നത്. അഹാന കൃഷ്ണ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ സൈബർ ബുള്ളിങ് എന്നൊരു ശിക്ഷയ്ക്ക് പകരം അഹാന കൃഷ്ണയും അഹാന കൃഷ്ണയുടെ അമ്മയും അനിയത്തിമാരും ഈ അമ്മൂമ്മയുടെ മറ്റൊരു മകളായ അവരും ചേർന്ന് ഈ അമ്മൂമ്മയ്ക്ക് ഈ സൈബർ ബുള്ളിങ്ങിനെക്കാട്ടിലും വലിയൊരു ശിക്ഷ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? അഹാന ഇന്നലെ അവരുടെ വീഡിയോയിൽ പറഞ്ഞു, ഈ അമ്മയ്ക്ക് ഭയങ്കര വൃത്തി ആവശ്യമാണ്, അതുകൊണ്ടാണ് മിക്ക ജോലിക്കാരും തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വൃത്തിഹീനമായിട്ടുള്ള പരിസ്ഥിതിയിൽ ആ അമ്മൂമ്മയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷേ കഴിഞ്ഞ 8 മാസങ്ങളായി, അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ അഹാന ആ ഒരു റിലേഷൻ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഒക്ടോബർ മുതൽ ഈ ജൂൺ വരെ നോക്കുകയാണെങ്കിൽ 8 മാസം 9 മാസം സമയം ആ അമ്മയെ തിരിഞ്ഞു നോക്കാതെ ആ വീട്ടിൽ വേസ്റ്റ് മുഴുവൻ കൂടി. തൻവി പറയുന്നു, ആ വീട്ടിലേക്ക് കാല് കുത്താൻ പറ്റാത്ത അത്ര വൃത്തിഹീനമായി കിടന്ന ആ ഒരു വീട്ടിൽ വൃത്തി അത്രമാത്രം ഇഷ്ടപ്പെടുന്ന, വൃത്തി അത്രമാത്രം ആവശ്യമുള്ള, സ്വന്തം കാല് പോലും ചലിപ്പിച്ചോ എഴുന്നേറ്റ് പോയൊരു പേപ്പർ കഷ്ണം മാറ്റിവെക്കാനോ പറ്റാത്തൊരു അമ്മയെ ഒറ്റപ്പെടുത്തി കുപ്പയിൽ തള്ളിയിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട ശിക്ഷ മുഴുവൻ ആ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയും എക്സ്പ്ലനേഷൻ വീഡിയോയിലൂടെ ഒരു സൈബർ ബുള്ളിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരതൊന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല. പക്ഷേ പ്രായത്തെ മാനിച്ചെങ്കിലും, അതായത് തൻവി ഒരു വീഡിയോ ഇട്ടത് അവരെന്തുകൊണ്ട് കാനഡയിൽ നിന്നും നാട്ടിലേക്ക് എത്തി എന്നുള്ള കാര്യം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. അതിൽ അവർ അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ വരാനുണ്ടായ കാര്യങ്ങൾ അവർക്ക് ഓപ്പണായിട്ട് പറയണം. വന്നു കയറിയപ്പോൾ അവർ വന്നു കയറിയ വീട് കണ്ട കോലം, അതൊക്കെയാണ് അവർ പറയുന്നത്. ഒരിക്കൽ പോലും അഹാനെ എന്നൊരു പേര് അല്ലെങ്കിൽ സിന്ധു കൃഷ്ണ എന്നൊരു പേരൊന്നും അവരവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ നമ്മളൊക്കെ ചോറല്ലേ കഴിക്കുന്നത്. അഹാനയുടെ വീഡിയോയിൽ എപ്പോഴും അഹാന കൃഷ്ണ ഫ്രൂട്ട് ബെയിലൊക്കെ കൊണ്ടുപോയി അമ്മയ്ക്ക് ഫ്രൂട്ട് ഫലൂഡ ഒക്കെ വാങ്ങിച്ച്, ഫലൂഡ പിന്നെ കേക്ക്, അതുപോലെ ഫ്രൂട്ട് ബെയിൽ പോകുന്നത് പിന്നെ പറയണ്ട, അഹാനയ്ക്ക് പൈസ കൊടുക്കണ്ട. കാരണം ഫ്രൂട്ട് ബെയുടെ അംബാസിഡർ എങ്ങാണ്ടാന്ന് തോന്നുന്നു അഹാന കൃഷ്ണ. കാരണം ഫ്രൂട്ട് ബെയിൽ എന്ത് പുതിയ ഡിഷസ് ഇറങ്ങുവാണെങ്കിലും അത് ആദ്യം വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്, പ്രൊമോഷൻ ചെയ്യുന്നത് മുഴുവൻ അഹാന കൃഷ്ണയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അഹാന ഫ്രൂട്ട് ബെയിൽ കൊണ്ടുപോയി ഇങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ട്രീറ്റ് ചെയ്യുന്നതിലൊന്നും വലിയ അത്ഭുതമില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ലഞ്ച് വാങ്ങിച്ചു കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നമ്മൾ അഹാന കൃഷ്ണയുടെ വീഡിയോയിൽ അഹാന കൃഷ്ണ ഭയങ്കരമായി സ്നേഹിക്കുന്ന അപ്പൂപ്പനെയും അമ്മൂമ്മയും ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് സ്ത്രീ എന്നൊക്കെ അഭിസംബോധന ചെയ്യണമെങ്കിൽ ഇത് എത്ര നാൾ മുമ്പുള്ള പ്രശ്നങ്ങളായിരിക്കും. ഞാൻ ഇവരുടെ പഴയ വീഡിയോസ് ഇന്നലെ രാത്രി എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ അപ്പൂപ്പൻ ഒരിക്കലും ഇവരുടെ കൂടെ ഹാപ്പി ആയിട്ട് കണ്ടിട്ടേ ഇല്ല. പക്ഷെ തൻവി 1-2 ഫോട്ടോയോ വീഡിയോ ഏതൊണ്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഒരു മരിച്ചുപോയ അപ്പൂപ്പൻ എത്ര ഹാപ്പി ആയിട്ടായിരുന്നു നിന്നിരുന്നത്. ഒരിക്കൽ പോലും അഹാന കൃഷ്ണയുടെ വീട്ടിലുള്ള സീക്വൻസസ് നോക്കിക്കഴിഞ്ഞാൽ, ആ അപ്പൂപ്പൻ ഉൾപ്പെട്ടിട്ടുള്ള വീഡിയോയിലുള്ള ആ സീക്വൻസസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഇങ്ങനെ മുഖമൊക്കെ വലിച്ചിറങ്ങി പുള്ളിക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സർക്കംസ്റ്റാൻസിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ ആ അമ്മയെ കൊണ്ടുപോയി താമസിപ്പിക്കാമായിരുന്നു. ഇനി അവിടെയും അവർ നിൽക്കില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ നിങ്ങൾ അവർ പ്രായമുള്ള അമ്മൂമ്മമാരാണ്. അവർ പലതും വിളിച്ചു പറയാം. അപ്പൂപ്പന്മാരൊക്കെ അവർക്ക് ഇന്നത് പറയണം ഇന്നത് പറയണ്ട എന്നൊന്നും അവർക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ വ്യക്തമായിട്ട് ബോധവും വിവരമൊക്കെ അവർക്ക് ഈ 10-80 വയസ്സിലുണ്ട് എങ്കിൽ ഇവരൊക്കെ ആരാ? ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ടി വിയിലൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കുറച്ചുകൂടി ചെറുതായിരുന്ന സമയത്ത് ഓം ശാന്തി ഓശാന സിനിമ, അതിൽ ഷാറുഖ് ഖാൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിൻ്റെ പിറകിൽ കുറച്ച് ബിക്കിനിയൊക്കെ ഇട്ടിട്ടുള്ള ഡാൻസേഴ്സ് ഇന്ന് ഡാൻസ് കളിക്കും. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിൽ ആ പാട്ട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മച്ചി കൂടി വന്നിട്ട്, നിനക്ക് ഈ തുണിയില്ലാത്ത പാട്ടുകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളോ? എപ്പോൾ നോക്കിയാലും ഈ തുണിയില്ലാത്ത പാട്ട്.
അപ്പോൾ അവർക്കത് ചിന്തിക്കാം. നമ്മൾ അത് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പാട്ടും ഷാറുഖ് ഖാനും ദീപിക പദുക്കോൺ ഇതൊക്കെയായിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ അവരുടെ കണ്ണിൽ മറ്റേത് മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. അവർ ജീവിച്ച് വളർന്ന അവരുടെ സാഹചര്യം, അവർ വേറൊരു ജനറേഷനിൽ പെട്ട ആളുകളാണ്. അവരുടെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവരുടെ ഈ പെൺകുട്ടികളുടെ ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴുള്ള ഡ്രസ്സോ ഒക്കെ ഇവർ കാണുന്നുണ്ടായിരിക്കാം. ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. അത് മനസ്സിലായോ? ഇച്ചിരി നമ്മുടെ ഇടുന്ന സൽവാറിന് ഇച്ചിരി സ്ലിറ്റ് ഒന്ന് കൂടി പോയി കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ വെട്ടിവെച്ചിരിക്കുന്നേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന നമ്മുടെ മുത്തശ്ശിമാരാണ്. മനസ്സിലായോ? ഇനി ആ സംസാരവും ഇവരുടെ ഈ കുറച്ച് അരഗൻ്റ് ആയിട്ടുള്ള സ്വഭാവമൊക്കെ മാറുന്ന ഒരു ജനറേഷൻ ചിലപ്പോൾ നമ്മളായിരിക്കും. നമ്മളൊക്കെ പ്രായമായി കഴിയുമ്പം ഒരുപക്ഷെ നമ്മളും അതുപോലുള്ള ജീൻസൊക്കെ വലിച്ചു കയറ്റി അല്ലെങ്കിൽ ട്രൗസേഴ്സ് ഒക്കെ ഇട്ടിട്ടായിരിക്കും നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പേരക്കുഞ്ഞുങ്ങൾ ഇതുപോലെ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള മൈൻഡ് സെറ്റിലാണ് നമ്മൾ ജീവിച്ചു വളർന്ന നമ്മുടെ ജനറേഷൻ അങ്ങനെയാണ്. പക്ഷേ ഇതൊന്നും അറിയാത്ത പണ്ടത്തെ ഒരു ജനറേഷൻ, ശരിയാണ്, ഇവർ പ്രവാസികളാണ്. അത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ അമ്മയെ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റില്ല. അതായത് അഹാന കൃഷ്ണൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ അമ്മയും ചിന്നമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മൂമ്മയുടെ രണ്ടാമത്തെ മകളും അതോടുകൂടി തീരുമാനിച്ചു ആ റിലേഷൻ കട്ട് ചെയ്യണം. 2 പ്രാവശ്യം അഹാന കൃഷ്ണൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ആ റിലേഷൻ ഞങ്ങൾ കട്ട് ചെയ്തു. എന്നിട്ട് പറയുന്നത് സോറി, റിലേഷൻ അല്ല, കോണ്ടാക്ട് എന്ന്. അതായത് ഉള്ളിൽ റിലേഷൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ റിലേഷൻ കട്ട് ചെയ്യുന്നു എന്ന് ഈ 2 പെൺമക്കളും കൂടി തീരുമാനിച്ചപ്പോഴെങ്കിലും ഓർത്തില്ലേ നിങ്ങളെ അവർ എങ്ങനെയാണ് വളർത്തിയത്? പ്രവാസികളായിരുന്നു ഈ അപ്പൂപ്പനും അമ്മൂമ്മയും. എന്നിട്ട് ഈ 2 പെൺമക്കൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്താണ് ഇവരെ വളർത്തിയത്. സിന്ധു കൃഷ്ണയുടെ സഹോദരിയും ഊട്ടിയിലെ നമ്പർ 1 ബോർഡിംഗ് സ്കൂളിലാണ് അവരുടെ ഹൈസ്കൂൾ വരെ അവർ പഠിച്ചത്. അതിനുശേഷമുള്ള അവരുടെ അതായത് സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ച് വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സിന്ധു കൃഷ്ണയ്ക്ക് ഇഷ്ടമുള്ള ചെറിയ റോളുകളൊക്കെ ചെയ്യുന്ന കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ നടനെ അവർക്ക് കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്നു. കുടുംബത്തിലോ കല്ലുകടി ഉണ്ടായിരുന്നുവെങ്കിലും ഈ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും നല്ല സപ്പോർട്ട് ഇവർക്കുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ ഞങ്ങൾ ഇതോടുകൂടി റിലേഷൻ കട്ട് ചെയ്യുക എന്ന് എൻ്റെ അമ്മയും ചിന്നമ്മയും തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അമ്മയും ചിന്നമ്മയും ഇന്ന് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അവരുടെ ലാംഗ്വേജ് സ്കില്ല്, ഇതൊക്കെ കിട്ടാൻ കാരണം ഈ മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കൾ ഇവരുടെ ചെറുപ്പത്തിൽ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുത്തിട്ട് ഇന്ന് അവർ വീൽ ചെയറിലായിരിക്കെ. അതായത് നമ്മളാണെങ്കിലും ഓടിച്ചാടി നടക്കുന്ന നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ നവംബറിൽ എൻ്റെ കാലൊന്ന് ആംഗിൾ സ്പ്രെയിനായി. ഞാനിങ്ങനെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ആളാണ്. അതായത് ഒരു 3-4 മാസം കാലനങ്ങാതെ ഇരിക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ 5 ദിവസമായപ്പോഴത്തേക്കും എനിക്ക് ദേഷ്യമായി. നമുക്കൊരു തരത്തിൽ ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റാതെ എത്ര എന്ന് പറഞ്ഞാണ് നമ്മൾ വെറുതെ ഇരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരിടത്ത് ഇരിക്കുക കിടക്കുക, അതിനപ്പുറത്തേക്ക് മേലൊന്ന് അനങ്ങിയാൽ പോലും ഹോസ്പിറ്റലിൽ പോകേണ്ട രീതിയിലുള്ള രോഗങ്ങൾ കീഴടക്കിയ ഈ മാതാപിതാക്കൾ ഒന്ന് ദേഷ്യം കാണിച്ചാലോ ഷാഠ്യം കാണിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചാലോ അതൊക്കെ ഇങ്ങനെ എടുത്ത് ഞങ്ങൾ അവരുമായിട്ടുള്ള റിലേഷൻ അങ്ങോട്ട് ക്ലോസ് ചെയ്തു, ഇനി ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ കൊടുത്തു. ഞാൻ വീണ്ടും പറയണം, ആ അമ്മ വൃത്തി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വൃത്തി ആവശ്യമുള്ള ഒരു അമ്മയാണ്. ആ അമ്മയെ കഴിഞ്ഞ 7-8 മാസമായിട്ട് കുപ്പയ്ക്കുള്ളിൽ കിടക്കുകയാണ്. അത് തന്നെയാണ് നിങ്ങൾ കൊടുത്ത ഇൻഡയറക്ട്ലി നിങ്ങൾ കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത്. വൃത്തി ഇഷ്ടമുള്ള ആൾ കുറച്ച് നാൾ കുപ്പയ്ക്കുള്ളിൽ കിടക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ എനിക്കൊരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നതേയില്ല. ഒരു അമ്മൂമ്മയെ സ്ത്രീ എന്നൊക്കെ വിളിക്കുമ്പോൾ വീഡിയോ എടുത്തു കൊടുക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മൂമ്മയുടെ മകളുണ്ടല്ലോ, കല്ല് പോലെയുള്ള ഹൃദയമുള്ള ആ അമ്മ ഒരിക്കലും ഈ സ്റ്റേജസിലൂടെ കടന്നു പോകാതെ ഇരിക്കട്ടെ. എന്തായാലും കാത്തിരിക്കുകയാണ് കാലം കാത്തുവെച്ച മറുപടികൾ. അതൊരിക്കലും തട്ടിത്തൂത്തിങ്ങനെ ഊതിക്കളയാനൊന്നും സാധിക്കുന്നതല്ല. ഇന്ന് ഈ മകളെ കൊണ്ട് സ്വന്തം അമ്മയെ ശല്യമെന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്ത്രീ എന്നും വിളിപ്പിച്ച അമ്മയ്ക്ക് ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ. ഇന്ന് നിങ്ങൾക്കാവുന്ന സമയത്ത് ഈ മക്കൾ അവരുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് നിങ്ങളെ പൊക്കി പാരീസ്, ന്യൂജേഴ്സി, അവിടെ ഇവിടെ ഒക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് വയ്യാതെ ഇരിക്കുമ്പോൾ ഈ മക്കൾ, കാരണം അവർ വിളിച്ച് തഴമ്പിച്ച് പോയി, സ്ത്രീയൊന്നും അതായത് അൺമാനേജബിൾ ലേഡിയൊന്നും അവരെന്നും എന്നൊക്കെ വിളിച്ച് ഈ പെൺകുട്ടിയുടെ നാക്ക് തഴമ്പിച്ച് പോയി. ഇനി നിങ്ങൾക്കും ഇങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ ഇവരുടെ നാക്കിൽ നിന്നും ഈ ഇത്തരം വാക്കുകൾ വഴുതി വീഴാതെ ഇരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.